മുഖത്ത് ചുടുചുംബനങ്ങൾ അനുഭവപ്പെട്ടപ്പോൾ കണ്ണുകൾ തുറക്കാതെ തന്നെ കൈകൾ കിടക്കയിൽ പരതി നോക്കി. ഇല്ല, എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അല്ല, ഈ സൂര്യന് നാണമില്ലേ എന്നെ രാവിലെ തന്നെ ഇങ്ങനെ ചുംബിച്ചുണർത്താൻ? അല്ല, അതിനുവേണ്ടി കിട്ടിയ ഒരുത്തിയാണെങ്കിൽ ഇപ്പം അടുക്കളയിലാവും. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, വാള്, കുന്തം. പ്രണയിക്കുമ്പോൾ ഓരോ വാക്ക് എന്നിട്ടിപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. രഞ്ജൻ ദേവിക സേവ് ദി ഡേറ്റ് ഫോട്ടോ കണ്ടപ്പോൾ അവന് ചിരി വന്നു. ചെലങ്കയും പിടിച്ചു നിൽക്കുന്ന നിൽപ്പേണ്ട ശോഭനയാണെന്ന വിചാരം. അല്ല, അടുത്ത് നിൽക്കുന്ന ആൾ വയലിനും പിടിച്ചു നിൽക്കുന്നുണ്ട ബാലഭാസ്കറാണെന്ന വിചാരം. ദേവികയാണ് പറഞ്ഞത്. കുറച്ചുറക്കെയായി പോയിന്ന് അപ്പോഴാണ് അവന് ബോധം വന്ന്. അയ്യോ ദൈവം, ഞാൻ അത് പിന്നെ നിന്നെ കാണാൻ ശോഭനയെ പോലെ. കയ്യിലുള്ള തവി പിടിച്ചു വരുന്ന അവളെ കണ്ടപ്പോൾ തന്നെ പറയുന്ന നിർത്തി രഞ്ജൻ ഓടി കട്ടിലിന്റെ മുകളിൽ കൂടെ മറുവശത്തേക്ക് ചാടി. നിക്ക് രഞ്ജി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ പെണ്ണ്, നീ എന്റെ പേര് വിളിക്കുന്നോ? ഇതാദ്യമായിട്ടാണോ ഞാൻ പേര് വിളിക്കണേ? അല്ലല്ലോ, പിന്നെ ഇപ്പം എന്താ ഇത്ര പ്രശ്നം? അപ്പോഴും അവനെ പിടിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞതും ദേവ് കട്ടിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. രഞ്ജൻ വേഗം അവളുടെ അടുത്തേക്ക് ഇരുന്നു. വേദന കൊണ്ട് ചുളിയുന്ന മുഖത്ത് പതിയെ ചുണ്ടുകൾ ചേർത്തു. പെട്ടെന്ന് ദേവു അവന്റെ ചെവിയിൽ പിടിച്ച് തിരിച്ചു. മോനെ ശോഭനെ, എന്തോന്ന് എന്റെ കുട്ടി പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. ആ ദേവു, വിട്, വേദനിക്കുന്നു പെണ്ണെ. സോറി എന്റെ മുത്തല്ലേ, പ്ലീസ്. അങ്ങനെ വഴിക്കുവാ. അല്ല, അപ്പൊ നീ വീണല്ലേ? അഭിനയിച്ചാണോ? വിഷമത്തോടെയുള്ള അവന്റെ ചോദ്യം കേട്ട് ദേവിക ചിരിക്കാൻ തുടങ്ങി. അതൊക്കെ ഒരടവാണ് മോനെ. ഇനി എന്തൊക്കെ നമ്പര് നീ കാണാനിരിക്കുന്നു? നീ കാന്താരി ഓടാം. അതും പറഞ്ഞ് തവി കൊണ്ടൊരു തല്ലും കൊടുത്ത് ഓടാൻ തുടങ്ങിയ ദേവികയെ രഞ്ജൻ കൈ പിടിച്ച് വലിച്ച് തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അമ്മ അടുക്കളയിൽ തരുന്നുണ്ടാവും, പ്ലീസ്. ആരെ, നിന്നെയോ? അല്ല, തവി. ആ ദോശ മുഴുവൻ കരിഞ്ഞു പോയിട്ടുണ്ടാവും. ഞാൻ രഞ്ജി എഴുന്നേറ്റ് നോക്കാൻ വന്ന. അയ്യോ, എനിക്ക് വയ്യ. അതും പറഞ്ഞ് നെഞ്ചിൽ കൈകുത്തി അകന്നു മാറാൻ ശ്രമിക്കുന്ന അവളെ ഒന്നുകൂടെ വയറിലൂടെ അവൻ ചുറ്റിപ്പിടിച്ചു. ദേവിക അവനോട് പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ അവളുടെ ചുണ്ടുകൾ അവൻ ആവേശത്തോടെ നുകർന്നു. അവളും അവനിൽ അലിഞ്ഞു ചേർന്നു. മോളെ ദേവു. അമ്മ പെട്ടെന്ന് കയറി വന്നു. അവർ രണ്ടാളും ചമ്മലോട് അകന്നു മാറി. അത് മോനെ, അമ്മ തവി. തപ്പിത്തടഞ്ഞ് വർത്താനം പറയുന്ന അമ്മയുടെ ഇടയിലൂടെ ദേവു താഴേക്ക് ഇറങ്ങി ഓടി. രഞ്ജൻ വേഗം ടവലെടുത്തിട്ട് അമ്മയെ നോക്കി പറഞ്ഞു. അതമ്മേ, എന്നെ അവള് വിളിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് കണ്ണിൽ പൊടിയായി. പൊടി കണ്ണി പൊടിയായാലും മൂക്കി കുരിയായാലും ശരി, വാതിലൊക്കെ നടച്ചേക്കണം. ഇവിടെ ബാക്കിയുള്ള എല്ലാവരുടെയും കണ്ണിലെപ്പോഴും പൊടിയിടാൻ പറ്റത്തില്ലല്ലോ. ചിരിച്ചുകൊണ്ട് ഇതും പറഞ്ഞു പോകുന്ന അമ്മയെ വായും പൊളിച്ച് നോക്കി നിന്നവൻ വന്ന് അമ്മ വരെ ട്രോളാൻ തുടങ്ങി. ഏത് നേരത്താണോ? കുളിക്കാൻ കയറി വാതിലൊക്കെ അടച്ചു വെച്ച് രഞ്ജൻ പാട്ടുപാടാൻ തുടങ്ങി. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും റൂമിൽ ദേവുണ്ട്. കുളിമുറിയുടെ വാതിൽ തുറന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്ന പോലെ തോന്നി. എന്റെ അമ്മ, ഇതാരും നാഗവല്ലിയോ? യാരത് നേതുക്കാവന്തേ ഉന്നെ കൊള്ളറതുക്ക്? അല്ല പിന്നെ, ഞാൻ എത്ര തവണ പറഞ്ഞു വിടാൻ, കേട്ടില്ലല്ലോ. ഇപ്പൊ അമ്മയുടെ മുമ്പിൽ നാണം കിട്ടു. ഷു, അമ്മ എന്ത് വിചാരിച്ച് കാണും? പിന്നെ അമ്മേനോട് മിണ്ടിയില്ല. ഇതിനല്ല നീയാ കാരണം. ഇത് പറയുമ്പോൾ അവളുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് നിൽക്കുന്ന രഞ്ജനെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം കൂടി. കട്ടിയിലുള്ള തലയിണെടുത്ത് അവന് നേരെ ഒറ്റ ഏറ് കൊടുത്തു. അത് നേരെ അവൻ്റെ മുഖത്ത് തന്നെ കൊണ്ടു. പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ ഒഴിഞ്ഞു മാറാനും പറ്റിയില്ല. അതിൻ്റെ വക്ക് കണ്ണിൽ കൊണ്ടതും അവന് ദേഷ്യം വന്നു. എന്താ ദേവിക ഇത്? ഞാൻ നിന്നെ നോക്കിയാലൊന്നും തൊട്ടാർക്ക് നിനക്കെന്താ പ്രശ്നം? ഞാൻ വേറെ ആരുമില്ലല്ലോ, നിന്റെ ഭർത്താവിനല്ലേ. അപ്പം അമ്മ കണ്ടാൽ തന്നെ എന്താ? മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി ഓരോന്ന് വന്നോളൂ. ഏത് നേരത്താണ് ഈശ്വര ഇത് ഞാൻ പ്രേമിച്ച്? അവൻ്റെ ദേഷ്യം കണ്ടപ്പോൾ ദേവുവിന് പേടിയായി. ഇത്ര അവന് വേദനിക്കുന്ന കരുതിയില്ല. പെട്ടെന്നൊരു തമാശ പോലെ ചെയ്താണ്, കൂട്ടുകാരെ പോലെ. പക്ഷേ ദേവിക എന്ന വിളി ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടില്ല. ഇപ്പോൾ സോറി രഞ്ജൻ, ഞാൻ അറിയാതെ പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെന്ന് കണ്ണുകളിൽ ഊതാൻ നിന്നപ്പോൾ രഞ്ജൻ അവളുടെ കൈകൾ തട്ടിമാറ്റി. അവൻ്റെ പ്രവൃത്തി അവളിൽ ഞെട്ടലുണ്ടാക്കി. ഇസ്തിരിയിട്ട് വെച്ച ഷർട്ടും പാൻറ്റും ഇട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ താഴേക്ക് ഇറങ്ങിപ്പോകുന്ന അവനെ ദേവു കണ്ണീരോടെ നോക്കി നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ്റെ പിന്നാലെ ഇറങ്ങി ചെന്നപ്പോഴേക്കും അവൻ കാറ് സ്റ്റാർട്ട് ചെയ്ത് പോയിരുന്നു. അവന് വേണ്ടി ഉണ്ടാക്കിയ ആഹാരം നോക്കി ദേവു നെടുവീർപ്പെട്ടു. ഇന്നിതെന്താ ഇങ്ങനെ? കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ അടികൂടി തുടങ്ങി. അയ്യേ, ഞാനൊരു പൊട്ടി. അതിന് കിട്ടിയത് അതിലേറെ ഒരു പൊട്ടൻ. നിക്ക്, ഇങ്ങോട്ട് വരട്ടെ. ഏതായാലും ഓഫീസിൽ പോയില്ല, പിന്നെ എങ്ങോട്ടാകും പോകുന്നത്? ഇയാൾ എന്തു മനുഷ്യനാ? പ്രേമിക്കുന്ന സമയത്തില്ലാത്ത ദേഷ്യം സ്വഭാവിക്കാം ഇപ്പോൾ. അമ്മ വന്ന് ചോദിച്ചു. എന്താ മോളെ, അവൻ പോയോ? ഒന്നും കഴിച്ചില്ലല്ലോ, എന്തു പറ്റി? നിങ്ങളോട് അമ്പലത്തിൽ പോകാൻ പറയണമെന്ന് കരുതിയതാണ്. അയ്യോ, അവൻ പോയല്ലോ. എന്താ മോളെ, നിങ്ങൾ തമ്മിൽ ഇപ്പം തന്നെ വഴക്ക് തുടങ്ങിയോ? ദേവുവിന് സങ്കടമായി. അവളൊന്നും കഴിക്കാതെ മുകളിലേക്ക് നടന്നു. കല്യാണത്തിൻ്റെ ഫോട്ടോ കുറേ എണ്ണം ഫോണിൽ ആരൊക്കെ അയച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കിയിരുന്നു.
ഇതേ സമയം കാറിൽ നിന്ന് രഞ്ജൻ ചിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മു, വെറുതെ ഒരു ചെറിയ കാര്യം പറഞ്ഞ് വഴക്കിട്ടിറങ്ങി നന്നായി. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പൊട്ടിത്തെറി ഉണ്ടായേനെ. ഇന്നലെ അവൾ പറഞ്ഞാണ് മുല്ലപ്പൂ വേണം അമ്പലത്തിൽ പോകുമ്പോൾ എന്ന്. ഇന്ന് അമ്പലത്തിൽ പോകണല്ലോ, അതോർത്തില്ല. ഇനി അതും ചൊല്ലി അടികൂടാൻ വരും. അപ്പോൾ അത് വാങ്ങാനുള്ള വഴിയായിരുന്നു. ഞാനാരാ മോൻ. കാറിൽ നിന്നിറങ്ങി പൂക്കടയിൽ നിന്ന് 6 മുഴം മുല്ലപ്പൂ മാല വാങ്ങുമ്പോൾ മനസ്സ് മുഴുവൻ അവളായിരുന്നു. അവളുടെ സൗന്ദര്യമായിരുന്നു. അതും വാങ്ങി തിരികെ കാർ ഓടിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ വഴക്ക് പറഞ്ഞപ്പോൾ കണ്ട നീർത്തിളക്കം മനസ്സിൽ നീറ്റലുണ്ടാക്കി. കാറിൽ നിന്നിറങ്ങി പൂക്കടയിൽ നിന്ന് 6 മുഴം മുല്ലപ്പൂമാല വാങ്ങുമ്പോൾ മനസ്സ് മുഴുവൻ അവളായിരുന്നു. അവളുടെ സൗന്ദര്യമായിരുന്നു. അതും വാങ്ങി തിരികെ കാർ ഓടിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ വഴക്ക് പറഞ്ഞപ്പോൾ കണ്ട നീർത്തിളക്കം മനസ്സിൽ നീറ്റലുണ്ടാക്കി. വീട്ടിൽ അവൾ അതേ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇയാളെന്തിനാ എന്നോട് ദേഷ്യപ്പെട്ട്? എനിക്കൊരു പിടിയുമില്ലല്ലോ. ഛേ, അമ്മ അമ്പലത്തിൽ പോകണമെന്ന് പറയാൻ വന്നാ അമ്മ എന്ത് വിചാരിച്ചാണ്? കല്യാണത്തിൻ്റെ അടുത്ത ദിവസം തന്നെ കല്യാണിയായെന്ന് കരുതിക്കാണ്. ഒന്നും വേണ്ടായിരുന്നു. വെറുതെ ഞാൻ തലയിൽ എറിഞ്ഞു. എന്നെ തല്ലാനാളില്ലായിട്ടാ. സ്വയം തലയിൽ കിഴുക്കിക്കൊണ്ട് പരിഭവം പറയുന്ന ദേവികയെ കണ്ടിട്ടാണ് രഞ്ജൻ കയറി വന്നു. അകത്തവൻ കയറിയതുപോലെ അറിയാതെ ഓരോന്ന് പറയുന്ന കേട്ടപ്പോൾ അവന് ചിരി വന്നു. പതിയെ രഞ്ജൻ അവിടെ പിന്നിൽ പോയിരുന്നു. കാറ്റിൽ മുടിയിഴകൾ പാറി അവൻ്റെ മുഖത്തേക്ക് വീണു. കാച്ചിയ എണ്ണയുടെ മാദകഗന്ധം അവൻ്റെ നാസികയിലേക്ക് അടിച്ചു കയറി. അവളുടെ കഴുത്തിന് പിന്നിൽ ചുണ്ടുകൾ ചേർത്തപ്പോൾ ദേവു ഞെട്ടി എഴുന്നേറ്റു. അവനെ കണ്ടപ്പോൾ പെട്ടെന്ന് അവളുടെ മുഖം മാറി, കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ മിഴിനീർ കവിളുകളെ ചുംബിക്കാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുന്ന അവളെ കണ്ടപ്പോൾ രഞ്ജൻ ഒരുപാട് സങ്കടമായി. തിരിഞ്ഞു നിൽക്കുന്ന അവളുടെ പിന്നിൽ കൂടെ പോയി അരക്കെട്ടിലൂടെ രഞ്ജൻ ചേർത്ത് പിടിച്ചു, തന്നിലേക്ക് അടുപ്പിച്ചു. ദേവു അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഡാ, നിനക്ക് എന്താണ് പറ്റിയത്? അവൻ്റെ കൈകളെ വിടിവെച്ച് തിരിഞ്ഞെന്ന് രൂക്ഷമായി നോക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് ചിരി പൊട്ടി. താൻ ചിരിക്കുന്നോ? എന്ത് വിചാരം? എന്തിനാ രാവിലെ മുഖം വീർപ്പിച്ച് ഇറങ്ങിപ്പോയത്? തന്നെ തലയണ വെച്ച് എറിഞ്ഞു തനിക്ക് ഇത്ര ദേഷ്യമായോ? പറ. ഏയ്, നീങ്ങ വാ, പറയട്ടെ. ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകണം. അവൻ്റെ കുട്ടിയുടെ ഈ കാർക്കൂന്തലിൽ ചൂടാൻ ഇച്ചിരി പൂ വാങ്ങാൻ പോയതാടി. നിന്നോട് പറഞ്ഞാൽ ചിലപ്പോൾ നീ അടുത്തംഗം തുടങ്ങുമെന്ന് വിചാരിച്ചു. പറഞ്ഞു തീരും മുമ്പ് ദേവു അവനെ കെട്ടിപ്പിടിച്ചു. എന്നെ എന്നാൽ ഇത്രയും വേദനിപ്പിച്ചില്ലേ? അതിന് സമ്മാനം തരുന്നുണ്ട് ഞാൻ. എന്താണ്? ആർദ്രമായി പ്രണയം നിറഞ്ഞ ആ ചോദ്യത്തിന് അവൻ്റെ തോളിലൊരു കടിയും കവിളിലൊരു ഉമ്മയും കൊടുത്തിട്ട് ദേവു ഓടി കുളിമുറിയിൽ കയറി. ഡി കാന്താരി, ഇവിടെ വാടി. അയ്യോ, എന്ത് വേദനയാടി ദുഷ്ടത്തി. കരയുന്ന അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഓടി പുറത്തേക്ക് വന്നു. ദേവ് നോക്കുമ്പോൾ കട്ടിൽ കിടന്ന് കരയുന്ന രഞ്ജനെ കണ്ടപ്പോൾ മനസ്സ് പിടഞ്ഞു. വേഗം ചെന്ന് അവൻ്റെ തോളിലെ മുറിവ് നോക്കി. വെറും ചുവന്ന നിറം മാത്രമാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. രഞ്ജ, ഞാൻ നിനക്കൊരു ഓസ്കാർ ഇരട്ടെ? എനിക്ക് ഓസ്കാറൊന്നും വേണ്ട. പക്ഷേ എനിക്ക് നിന്നെപ്പോലെ ഒരു കുറുമ്പിയെ വേണം. മഹാഭാബി, നീ എന്നെ വഞ്ചിച്ച് വേറെ കെട്ടും അല്ലേ? തലയിൽ കൈവച്ച് തന്നെ നോക്കുന്ന രഞ്ജനെ നോക്കി അവൾ കണ്ണുരുട്ടി. ദൈവമേ, ഏത് സമയത്താണ് ഞാൻ ഈ പൊട്ടത്തി കണ്ടുമുട്ടിയത്? നീ പൊട്ടത്തി, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. അയ്യടാ, എന്താ പൂതി? നടക്കില്ല. അതെന്താ? സമയമാവട്ടെ, നമുക്ക് കുറച്ച് അടിച്ചു പൊളിക്കാം, എന്നിട്ട് മതി. ആണോ? ശരി, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. അല്ലാതെ ഞാനെന്ത് പറയാം. ശരി, നീ വേഗം പോയി റെഡിയാക്കി, അമ്പലത്തിൽ പോകണം. ആ, പോവാലോ. ഞാനെന്താ വരുന്നു. പിന്നെ എനിക്കൊരു സാരി എടുത്ത് വെക്കാമോ പ്ലീസ്? കുളിമുറിയിലേക്ക് കയറിപ്പോകുന്ന അവളെ കുസൃതിയോടെ രഞ്ജൻ നോക്കി നിന്നു. കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അലമാര തുറന്നു. അതിൽ അടുക്കി വെച്ചിരിക്കുന്ന സാരികളിൽ നിന്നും കരിമ്പച്ച നിറത്തിലുള്ള സാരി എടുത്ത് കട്ടിൽ വെച്ച് രഞ്ജൻ താഴേക്ക് ഇറങ്ങിപ്പോയി. അമ്മേ, ഞങ്ങൾ രണ്ടാളും കൂടെ അമ്പലത്തിൽ പോവാണേ. വരാൻ കുറച്ച് വൈകും. ഉച്ചക്കൊന്നും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണ്ട. ആ, നന്നായി. നിന്നോട് രാവിലെ പറയാമെന്നാ, അപ്പോഴേക്കും നീ ഇറങ്ങിപ്പോയില്ലേ? അല്ല, എൻ്റെ പൊന്നുമാവ് പൂവൊക്കെ വാങ്ങിയോ? അമ്മ കണ്ടു. അവളുടെ മുഖത്തെ സന്തോഷത്തിനൊരു കുറവും വരുത്തല്ലേ മോനെ. അതൊരു പാവ. കുറേ നേരം ആ മുറിയിലിരുന്ന് കരയുന്നുണ്ട്. ഇല്ലെൻ്റെ അമ്മക്കുട്ടി. അതും പറഞ്ഞ് അവൻ മുറിയിലേക്ക് നടന്നു. അവൻ പോകുമ്പോൾ സാരി എടുത്തുകൊണ്ടിരിക്കുന്ന ദേവിനെയാണ് കണ്ടത്. ഈശ്വര, ഈ പെണ്ണിൻ്റെ കൺട്രോൾ കളയല്ലോ. എന്ത് ഭംഗിയാടി വേണം നിന്നെ കാണാൻ. മനസ്സിലത് വിചാരിച്ചുകൊണ്ട് വാതിൽ ചാരി നിൽക്കുന്ന അവനെ ദേവ് കണ്ടെങ്കിലും കാണാത്ത ഭാവത്തിൽ അവളങ്ങനെ നിന്നു. കരിമഷി കണ്ണുകളിൽ എഴുതുന്ന അവളുടെ പ്രതിബിംബം കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് രഞ്ജൻ നിന്നു, കാമുകനെ പോലെ. മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം. കരിമ്പച്ച സാരിയിൽ അവളേറെ സുന്ദരിയായിട്ടുണ്ട്. തുളസിക്കതിർ ചൂടിയ കാർക്കൂന്തൽ വിരുത്തിയിട്ടിട്ടുണ്ട്. നിതംബം മറക്കുന്ന മുടിയടകൾ അവളുടെ ചലനങ്ങൾക്കൊത്ത് നീങ്ങുന്നുണ്ട്. കാതിലിട്ടിരിക്കുന്ന ജിമിക്ക് കവിളുകളെ ഇടയ്ക്കിടെ ചുംബിക്കുന്ന കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ താനൊരു ജിമിക്കായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോയി. ഡോ, വായി നോക്കി, ആരും കണ്ട ഇങ്ങനെ വായും പൊളിച്ച് ഭാര്യയെ നോക്കുന്നു. ഓ,
ഞാൻ വല്ലവൻ്റെയും ഭാര്യയല്ലേ നോക്കുന്നത്, എൻ്റെ ഭാര്യയല്ലേ, കുഴപ്പമില്ല കേട്ടോ. എന്നാലേ മോർണിംഗ് വന്നേ, ഈ മുല്ലപ്പൂവ കൈകൾ കൊണ്ട് തന്നെ എനിക്ക് വെച്ചായി. വേഗം വാ, സമയമായി, വേഗം പോവാം. ഓ പിന്നെ ബസ് പിടിച്ച് വരേണ്ട ദൂരമാണ് എൻ്റെ രഞ്ജി. എന്താ ഇത്, നീ വളരെ സ്ലോ ആണ് കേട്ടോ. പിന്നെ ഈ പൂക്കൾക്ക് എന്താ സുഗന്ധം, പിച്ചി പൂവല്ലേ, അതാ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മുല്ലയാ. എനിക്ക് അറിയാടി വേണേ, അതല്ലേ ഇത് തന്നെ വാങ്ങിയത്. ആണോ, എന്നിങ്ങോട്ട് വന്നേ, ഞാനൊരു കൂട്ടം തരാം. അയ്യോ വേണ്ടേ, എനിക്ക് വയ്യ, എനിക്ക് അടികൊള്ളാൻ. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞു. മുല്ലപ്പൂ അവളുടെ മുടിയിൽ ചൂടിച്ച് അവളുടെ കൈയും പിടിച്ചവൻ താഴേക്ക് ഇറങ്ങി. പിന്നെ എന്തോ ഓർത്ത പോലെ അവളുടെ കൈവിട്ട് രഞ്ജൻ ഓടി മുറിയിൽ കയറി. അത് കണ്ട് വായും പൊളിച്ച് ദേവ് നിന്നു. ഇത് ഞാനിതെന്താ വട്ടാണോ, ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കളിക്കാൻ. അതേസമയം അലമാരയിൽ നിന്ന് പച്ച ഷർട്ടും സ്വർണ്ണ കസവുമുള്ള മുണ്ടും ധരിക്കുന്ന തത്രപ്പാടിലായിരുന്നു രഞ്ജൻ. ഇന്നലെ എടുത്തൊന്ന് അയൺ ചെയ്യായിരുന്നു. അതിന് ഈ കുരിപ്പിറങ്ങി ചെന്നപ്പോൾ അമ്മയച്ഛനും ഹാളിരിക്കുന്നുണ്ട്. അവരെ കണ്ടപാട് അമ്മ ചോദിച്ചു, അല്ല ചട്ടിയും കലവും കൂടെ ഇങ്ങോട്ടാ? അച്ഛൻ അത് കേട്ട് ആദ്യം ഞെട്ടി, പിന്നെ കുടുകൂടാ ചിരിക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടാളും മിഴിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ അമ്മയ്ക്കും ചിരി അടക്കാനായില്ല. രണ്ടുപേരും ചിരിക്കുന്ന കണ്ട് ഞാൻ ആകെ ചമ്മി. അമ്മ അമ്പലത്തിൽ പോവാ? പോകുന്നൊക്കെ കൊള്ളാം, വരുമ്പോൾ രണ്ടുപേരും ഉണ്ടാവണം, അല്ലാതെ വഴക്കിയിട്ട് വല്ലവിടെയും വിട്ടിട്ട് വന്നേക്കരുത്. ഒന്ന് നീട്ടി മൂളിക്കൊണ്ട് രഞ്ജൻ മുന്നിൽ നടന്നു. പിന്നിലായി ദേവു. ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛനെയും അമ്മയും നോക്കി പുഞ്ചിരിക്കാൻ അവൾ മറന്നില്ല. കാറിൻ്റെ അടുത്തേക്ക് നീങ്ങുന്ന രഞ്ജനെ കണ്ടപ്പോൾ ദേവുവിന് ദേഷ്യം വന്നു. അവൾ മനസ്സിൽ വിചാരിച്ച്, അല്ല ഇങ്ങനെയൊക്കെ ഇത് എന്തിൻ്റെ കേടാ, കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും കൊണ്ടുപോകുന്നില്ലല്ലോ, പിന്നെ എന്തിനാ കാറ്, ബൈക്ക് എടുത്ത് പോയാൽ പോരെ. ഇനിയിപ്പോൾ അത് ചോദിച്ചാൽ ദേഷ്യം വരുമെന്തോ. സാരിയുടെ മുന്താണി വിരൽ ചുറ്റിക്കൊണ്ട് എന്തോ ആലോചിച്ച് നിൽക്കുന്ന ദേവുവിനെ നോക്കിക്കൊണ്ട് രഞ്ജൻ ബുള്ളറ്റിൽ കയറി. ദേവുട്ടി നീ വരുന്നില്ലേ, ഏത് സ്വപ്നലോകത്താ നീ? അവൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് അവളും വേഗം ആലോചനയിൽ നിന്ന് മുക്തിയായത്. ഒരു ചിരിയോടെ നോക്കിയപ്പോൾ ബുള്ളറ്റിലിരിക്കുന്ന രഞ്ജനെ കണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഹോൺ മുഴക്കിക്കൊണ്ട് നിൽക്കുന്ന അവനോട് കൈകൊണ്ട് നിൽക്കാൻ ആംഗ്യം കാണിച്ചു. ദാ ഒരു മിനിറ്റ് വരുന്നു. ബൈക്കിൽ കയറിയിരുന്ന് അവനെ തോളിൽ കൈവച്ചു. രഞ്ജൻ അവളുടെ കൈകളെടുത്ത് വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. ദേവുവിൻ്റെ ചുണ്ടിലും ഒരു ചിരി പടർന്നു. ബൈക്കിലിരുന്ന് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അവളുടെ ഓർമ്മകൾ പിറകിലേക്ക് സഞ്ചരിച്ചു. +2 വരെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. ആദ്യമായി മിക്സഡ് കോളേജിലേക്ക് പോകുന്ന എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നു. കോളേജിൻ്റെ ചവിട്ടുപടികൾ കയറുമ്പോൾ തന്നെ കൈയും കാലും വിറച്ചു. ഉണ്ടായിരുന്ന കുറച്ച് ധൈര്യം കൂടി റാഗ് ചെയ്യുന്നവരെ കണ്ടപ്പോൾ പോയി. ഇനി എന്ത് ചെയ്യും? നേരെ അവന്മാരുടെ അടുത്തേക്കാണ് ചെന്ന് പെടുക. മോളെ അങ്ങനെയൊക്കെ പോയാലോ, ചേട്ടന്മാർക്കൊന്ന് പരിചയപ്പെട്ടോട്ടെ, ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. പേടിയോടെ അവർക്കരികിലേക്ക് നടക്കുമ്പോൾ മനസ്സ് പെരുമ്പറ കൊട്ടി. എന്നാ പറഞ്ഞോ ഫുൾ ഡീറ്റെയിൽസ്. എൻ്റെ പേര് ദേവിക, വീട് കായംകുളം, പഠിച്ചത് വിജയമാത, വീട്ടിലെ അമ്മ മാത്രം. ആ ഏതാ ഡിപ്പാർട്ട്മെന്റ്? കൊമേഴ്സ്. രാജക്ക നീയും കൊമേഴ്സ് ആണെന്നല്ലേ പറഞ്ഞേ? ആ വിളി കേട്ടപ്പോഴാണ് കുറച്ച് മാറി കുട്ടി നിൽക്കുന്നത് ശ്രദ്ധിച്ചു തന്നെ. ഞാൻ നോക്കിയപ്പോൾ എന്നെയും നോക്കി നിന്ന അവനിൽ എൻ്റെ കണ്ണുകൾ ഉടക്കി. കടും കാപ്പി മിഴികളും കട്ടിയുള്ള പുരികവും ചുരുണ്ട മുടിയും കുറ്റിത്താടിയും കട്ടിമീശയുമുള്ളൊരു മനുഷ്യൻ. ഇങ്ങ് വാടാ, നിന്റെ പേരെന്താ? രഞ്ജൻ. ഗൗരവത്തോടെ പേര് പറയുന്ന അവനെ ഞാൻ അതിശയത്തോടെ നോക്കി നിന്നു. ഏതാ നീ ഒരു കാര്യം ചെയ്യും, ഇവളങ്ങ് ബൈക്കിൽ കൊണ്ടുപോകും, എല്ലാം തനിയങ്ങ് സങ്കല്പിച്ച് നോക്കി രണ്ടും. എന്നെ ഒന്നുകൂടി നോക്കി അവൻ ബൈക്കിൽ കയറുന്ന പോലെ ആംഗ്യം കാണിച്ചു. ശേഷം എന്നോട് കയറാൻ പറഞ്ഞു. അത് കണ്ടപ്പോൾ ഓം ശാന്തി ഓശാന സിനിമയിൽ നിവിൻ പോളി പറയുന്ന പോലെയാണ് തോന്നിയത്. ഞാനും പേടിച്ചുകൊണ്ട് പിന്നാലെ കയറുന്ന പോലെ അഭിനയിച്ചു. പക്ഷേ കഷ്ടകാരെന്ന് പറയട്ടെ, ബാലൻസ് സെറ്റ് ചെയ്യാൻ താഴെ വീണു. എൻ്റെ വീഴ്ച കണ്ട് അവിടെയുള്ളവരൊക്കെ പൊട്ടിച്ചിരിക്കല്ലാതെ ഒന്ന് എഴുന്നേൽക്കാൻ സഹായിക്കാൻ പോലും വന്നില്ലല്ലോ എന്നാണ് എനിക്ക് കൂടുതൽ സങ്കടം വന്നത്. അതെ വേണേ പിടിച്ച് എഴുന്നേക്ക്, അവിടെ ഇവിടെ നോക്കി കിടക്കണ്ട, കൈ കഴക്കുന്നു. അപ്പോഴാണ് എൻ്റെ നേർക്ക് നീണ്ടിരിക്കുന്ന കൈകളെ ഞാൻ ശ്രദ്ധിച്ച്. രഞ്ജനാണ്. മറ്റുള്ളവരെ നോക്കുന്നതിനിടയിൽ ഞാൻ അവനെ ശ്രദ്ധിക്കാത്തതിൻ്റെ സകല പരിഭവവും ആ വാക്കുകളിൽ നിറഞ്ഞിരുന്നു. വേഗം കൈ പിടിച്ച് എഴുന്നേറ്റു. ഡ്രസ്സിൽ പറ്റിയ പൂഴി തട്ടിക്കളഞ്ഞു. അവൻ മുന്നിൽ നടന്നു, പിന്നിൽ ഞാനും. അടക്കി പിടിച്ച ചിരികൾ അപ്പോഴും കേട്ടുകൊണ്ടിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ അവനെ ഇടയ്ക്കിടെ ശ്രദ്ധിച്ച്. എന്തോ ഒരു ഇഷ്ടം മനസ്സിൽ കയറിയ പോലെ. പക്ഷെ മിണ്ടാനും നിൽക്കില്ല. പഠിക്കാനും പാട്ടുപാടാനും വയലും വായിക്കാനൊക്കെ അറിയുന്ന രഞ്ജൻ. ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന രഞ്ജനെയാണ് കണ്ടത്. ഡോ തനിക്ക് ഡാൻസ് അറിയാമെന്ന് കേട്ടല്ലോ. ആ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ താൻ്റെ വയലിൻ മ്യൂസിക്കിലൂടെ ഡാൻസ് ചെയ്യുമോ? ഇല്ല എന്ന് പറയാൻ മനസ്സനുവദിച്ചില്ല. ഫ്രഷേഴ്സ് ഡേ പാർട്ടിക്ക് വേണ്ടിയുള്ള ഐറ്റമായിരുന്നു. ഓരോ ദിവസവും അവൻ്റെ കൂടെയുള്ള നിമിഷങ്ങൾ എന്നെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. മനസ്സിൽ അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴായിരുന്നു. അവനോട് സംസാരിച്ചിരിക്കുമ്പോൾ ഉള്ളിൽ തോന്നുന്ന വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കൊണ്ടുവരുന്ന ഭക്ഷണമെല്ലാം തമ്മിൽ കൈമാറുമായിരുന്നു. അവനെ കാണുമ്പോൾ തന്നെ മനസ്സിലൊരു വല്ലാത്ത അനുഭൂതിയാണ്.
പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ കൊണ്ടുനടക്കാനായിരുന്നു മനസ്സ് പറഞ്ഞത്. അവരെല്ലാവരോടും അങ്ങനെയായിരിക്കും. ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. പല പെൺകുട്ടികളുടെയും കൂടെ സംസാരിക്കാറുണ്ട്. വെറുതെ തോന്നുന്ന മോഹമായി അതിനെ അവഗണിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചു. പ്രണയം മനസ്സിൽ പൂവണിഞ്ഞ പ്രതീതിയായിരുന്നു. ആരോടും പറയാതെ മനസ്സിൽ തന്നെ അത് സൂക്ഷിക്കാൻ ശ്രമിക്കുക എന്നത് ശ്രമകരമായി. അവൻ എന്നോട് അങ്ങനെയൊന്നുമില്ലെങ്കിൽ ആശിച്ചതൊക്കെ നഷ്ടപ്പെട്ടാലോ എന്നൊരു ഭയം ഉടലെടുത്തു. അങ്ങനെ ഫ്രഷേഴ്സ് പാർട്ടിയുടെ ദിവസം വന്നെത്തി. അടുത്തടുത്തായ സ്റ്റേജ് ഞങ്ങളുടെ പരിപാടിയാണ്. മനസ്സിൽ വലിയൊരു പേടി തുടങ്ങി. കർട്ടൻ ഉയരുന്നതിന് മുമ്പ് രഞ്ജനൻ്റെ അടുത്തേക്ക് വന്നു. ഡോ, തനിക്കന്ന് നമ്മൾ കളിയാക്കവർക്ക് തിരികെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാണ് പറ്റിയ അവസരം. താനത് ഉപയോഗിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത്. കർട്ടൻ ഉയർന്ന മനസ്സിൻ്റെ ധൈര്യം ചോർന്ന പോലെ തോന്നി. തൊണ്ട വരണ്ടു. എല്ലാവരുടെയും നോട്ടം എന്നിലേക്ക് പതിഞ്ഞപ്പോൾ മനസ്സിനെ ഭയം കീഴടക്കി. ഒരു വേള ശ്വാസം നിൽക്കും പോലെയാണ് തോന്നിയത്. ഇത്രയും കാണികൾക്ക് മുമ്പിൽ വെച്ച് ഇന്നുവരെ നൃത്തം ചെയ്തിട്ടില്ല. ഒരുപാട് ആളുകളുണ്ട്. കണ്ണുകൾ പിടച്ചു. അവ അവനിലേക്ക് നീണ്ടു. രഞ്ജൻ കണ്ണുകൾ ഇറുക്കി കാണിച്ചൊന്ന് പുഞ്ചിരിച്ചു. എന്തോ ഒരു ആത്മവിശ്വാസം കൈവന്ന പോലെ. വയലിൻ നാദത്തിനൊത്ത് കാറുകൾ നൃത്തം ചവിട്ടിയപ്പോൾ കയ്യടികൾ ഉയർന്നു കേട്ടു. അതിനിടയിൽ ആദ്യമായി കളിയാക്കി ചിരിച്ചവരുടെ മുഖത്ത് അത്ഭുതം നിറയുന്ന കണ്ടു. അരങ്ങ് തകർത്ത കലാപരിപാടി അവസാനിച്ചപ്പോൾ കരഘോഷം മുഴങ്ങിയായിരുന്നു. മനസ്സ് ശാന്തമായി. സന്തോഷം മലതല്ലി. ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ രഞ്ജൻ അടുത്തേക്ക് വന്നു. ഡോ, തൻ്റെ നൃത്തം ഗംഭീരമായി. പിന്നെ വേറെ കാര്യം എനിക്ക് തന്നോട് പറയാനുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. തനിക്കത് വേദന സമ്മാനിക്കുമെന്ന് എനിക്കറിയില്ല. അഥവാ മുഖവരിയൊന്നും വേണ്ട രഞ്ജൻ, കാര്യം പറയൂ. എനിക്ക് തന്നെ ഇതുപോലെ എന്നും കൂടെ കൂട്ടാൻ ആഗ്രഹമുണ്ട്. താൻ വരുമോ എൻ്റെ പാതിയായിട്ട്? കേൾക്കാൻ കൊതിച്ച കാര്യമാണെങ്കിലും മനസ്സ് പെട്ടെന്ന് കീഴടങ്ങാൻ സമ്മതിച്ചില്ല. അവനോടുള്ള പ്രണയം മനസ്സിൽ നിറഞ്ഞു. എങ്കിലും മിണ്ടാതെ തിരിഞ്ഞിടന്നു. ഡോ, പിന്നിൽ നിന്ന് അവൻ്റെ വിളിയേട്ട് തിരിഞ്ഞു നോക്കി. എനിക്കിപ്പൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് പിന്നെ കാണാം. അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് വിഷാദം നിറയുന്ന കണ്ടു. നടന്നകലുന്ന അവൾ നോക്കി നിൽക്കുന്ന അവൻ്റെ കണ്ണുകൾ മാത്രം ദേവുവിൻ്റെ മനസ്സിനെ കൊത്തിവലിച്ചു. പ്രണയം കൊണ്ട് മാത്രം കാര്യമില്ല. അത് സഫലമാവുക കൂടെ വേണമെങ്കിൽ രണ്ട് വീട്ടുകാരും സമ്മതിക്കണം. പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി. എൻ്റെ കൃഷ്ണ, നിനക്കറിയാലോ എനിക്ക് രഞ്ജന ഒരുപാട് ഇഷ്ടം. പക്ഷെ അങ്ങനെ പ്രണയിച്ച് ഒരുമിക്കണം. അല്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല. അതിന് നീ തന്നെ വഴി കാണിച്ച് തന്നേക്കണേ. ഇല്ലേരുണ്ടല്ലോ. ആ പിന്നെ വേറെ കാര്യം, ഇന്ന് ഞാൻ അവനോട് എൻ്റെ പ്രണയം പറയും. കൂടെ കട്ടൊക്കെ നിൽക്കണേ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് അവൾ കോളേജിലേക്ക് പോയി. നീണ്ടുകിടക്കുന്ന പച്ചപ്പരവതാനി വിരിച്ച പോലെയുള്ള പുൽത്തകിടിൽ കൂടെ നടക്കുമ്പോൾ പുൽനാമ്പുകളെ ഇക്കിളി കൂട്ടി ദൂരെ നിന്നേ കണ്ടു തന്നെയും പ്രതീക്ഷിച്ച് നിൽക്കുന്ന രഞ്ജനെ. പ്രണയത്തിൻ്റെ പ്രതീകമായി പറയുന്ന ഗുൽമോഹർ മരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. അവനെ കണ്ടപ്പോൾ തന്നെ ഹൃദയം ചെണ്ടമേളം തുടങ്ങി. ഇതിപ്പോൾ ഞാൻ ആകെ നാണക്കിടല്ലോ. എന്ത് കഷ്ടം, ആകെ ഒരു വിറയൽ. അടുത്തേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് അവൻ ഓടി വന്നു. ഓ, തനിക്കാൻ പറഞ്ഞ ഇഷ്ടമല്ലെങ്കിൽ വിട്ടേക്ക് കേട്ടോ. ഇനി അതും പറഞ്ഞ് മിണ്ടാണ്ടിരിക്കല്ലേ പ്ലീസ്. ഒന്ന് വട്ടം കറക്കിയാലോ? രൂക്ഷമായ ഒരു നോട്ടം കണ്ണുകളിൽ വരുത്തി അവനെ നോക്കി. അവൻ്റെ മുഖത്ത് വരുന്ന ഭാവമാറ്റങ്ങളെ മതിയാവോളം ആസ്വദിച്ച് നിന്നു. തിരികെ നടക്കാൻ ഒരുങ്ങി അവൻ്റെ കൈകളിൽ പിടുത്തമിട്ടപ്പോൾ കൈകളിലേക്ക് നോക്കി രഞ്ജൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. മീശമാധവൻ സിനിമയിലെ കാവ്യമാധവൻ പറയുന്ന ഡയലോഗ് അടിച്ച് നിൽക്കുന്ന എന്നെ നോക്കി അവൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് പരിങ്ങി. അത് പിന്നെ തന്നോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ താൻ എന്നെ പാതിയാക്കുന്നെങ്കിൽ രണ്ട് വീട്ടുകാരെ സമ്മതിക്കണം. അല്ലാതെ പ്രേമിച്ചിട്ട് ഇട്ടിട്ട് പോകാനൊന്നും പറ്റില്ല. തേപ്പുകാരി എന്ന പേര് എനിക്ക് വേണ്ട. താൻ നന്നായിട്ട് ആലോചിക്കുക, എന്നിട്ട് പറഞ്ഞാലും മതി. ഡോ, ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വന്നതാ. പിന്നെ തന്നെ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, തന്നെ കാണിച്ചു കൊടുത്തു. അമ്മയ്ക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ പഠിപ്പ് കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടിയാലേ വന്ന് ചോദിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. പാതി സമ്മതമായി. ഇനി അച്ഛൻ. അമ്മ പറഞ്ഞ പിന്നെ അച്ഛൻ അപ്പീലില്ലടോ. കയ്യിലൊരു കത്തുന്നവൻ പോയി. അത് തുറന്നു നോക്കിയപ്പോൾ എഴുതിയ വാക്കുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ദേവു, നിന്റെ മിഴികളാവുന്ന തടവറയിൽ ഞാൻ അകപ്പെട്ടത് എന്താണ് അറിയില്ല പെണ്ണേ. നിന്റെ ചിലങ്ക തൻ താളം എൻ്റെ മനസ്സിൻ്റെ താളമായതും ആ കരിമിഴിയാരെയുള്ള നോട്ടം എൻ്റെ മനസ്സിനെ കൊത്തി വലിച്ചതും നിന്റെ ചുണ്ടിൽ വിരിയുന്ന മധുര മനോഹര പുഞ്ചിരി എന്നിൽ നിറച്ച സന്തോഷവുമെല്ലാം എൻ്റെ പ്രണയത്തിൻ്റെ തീവ്രതയായിരുന്നു എന്നറിഞ്ഞപ്പോൾ നിന്നിലേക്ക് അരിഞ്ഞു ചേരാൻ കൊതിക്കുകയാണ് പെണ്ണേ. എൻ്റെ വിരലുകൾ കൊണ്ട് നിന്നെ തഴുകി ഉണർത്താൻ, നിന്റെ നൃത്ത ചൂടുകൾ രാവിൻ്റെ മനോഹാരിതയിൽ ആസ്വദിക്കാൻ, നിന്നെ ചേർത്ത് പിടിച്ച് ഒരു പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടാൻ. അങ്ങനെ അങ്ങനെ എണ്ണിയാൽ തീരാത്ത മോഹങ്ങൾ മനസ്സിൽ ഉടലെടുത്തു. നീ വേണം എൻ്റെ കൂടെ, എൻ്റെ പാതിയായി. സീമന്തരേഖയിൽ ഞാൻ ചാർത്തിയ കുങ്കുമവും തൊട്ട്
ഞാൻ അണിഞ്ഞ താലി നിന്റെ നെഞ്ചിലെ ചൂടേറ്റങ്ങനെ കിടക്കുന്നത് എനിക്ക് കാണണം. അവസാനം എൻ്റെ മരണത്തിൽ പോലും നിന്റെ കൈകൾ കോർത്തു പിടിച്ച് നമുക്കിവിടെ നിന്നും പറന്നകരണം, ഇണപിരിയാത്ത പ്രാവുകളെ പോലെ. പിന്നെയുള്ള ദിവസങ്ങളിൽ പൂവിട്ട പ്രണയം എന്ന വസന്തം. മനസ്സ് മുഴുവൻ പ്രണയം ചാലിച്ച അവൻ്റെ വാക്കുകൾ. പക്ഷേ ഇതൊന്നും പരീക്ഷയെ ബാധിച്ചില്ല. ഇരുവരും നന്നായി പഠിച്ചു. ഓരോ വർഷവും സപ്ലിയില്ലാതെ പാസ്സായി. അവസാന വർഷമായപ്പോൾ അവൻ വീട്ടിലേക്ക് വന്ന് അച്ഛനോടും അമ്മയോടും സംസാരിച്ചു. അവർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ജോലി കിട്ടിക്കഴിഞ്ഞ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് രഞ്ജൻ പറഞ്ഞിരുന്നു. എന്നെ ജോലിക്ക് പോകുന്നില്ലെന്നും വിലക്കില്ലെന്ന് സമ്മതിച്ചു. അല്ലെങ്കിൽ അവൻ എൻ്റെ ആഗ്രഹത്തിനൊക്കെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. ഒന്നിന് ഇന്നുവരെ വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. കോളേജിൽ പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ പ്രണയ ജോഡികളുടെ വക വയലിൻ ചിലങ്ക നൃത്തമുണ്ടാവും. അങ്ങനെ മിക്കവർക്കും കാര്യമറിയാം. ഗുൽമോഹർ മരത്തിൻ്റെ ചുവട്ടിൽ അവൻ്റെ തോളിൽ തലചായ്ച്ച് കിടക്കുമ്പോഴുണ്ടാവുന്ന സന്തോഷം. ജോലി കിട്ടി കല്യാണം കഴിഞ്ഞു. പക്ഷെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്നു. ഓർമ്മകളിൽ നിന്നും തിരികെ എത്തിയപ്പോൾ ദേവു അവൻ്റെ വയറ്റിൽ ഒന്നുകൂടെ ചുറ്റിപ്പിടിച്ചു. രഞ്ജൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ഓർമ്മകളിൽ നിന്ന് അവളും തിരികെ വന്നു എന്നവന് മനസ്സിലായി. കുറേ നേരമായി ചിന്തകളെ പറത്തിവിട്ടിരിക്കുന്ന അവളെ കണ്ടപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി. ദേവു, അമ്പലത്തി ഇറങ്ങി, എനിക്ക് വയറ് വേദനിക്കുന്നു, വീട് എന്ത് പിടുത്തവണ്ണേ. ചമലോടെ ബൈക്കിൽ നിന്ന് ഇറങ്ങിയ എന്നെ അവിടെ നിർത്തി രഞ്ജൻ ബൈക്ക് വെക്കാൻ പോയി. ബൈക്ക് വെച്ച് തിരികെ വന്ന് രഞ്ജൻ ദേവുവിൻ്റെ കൈയും ചേർത്ത് പിടിച്ച് അമ്പലത്തിലേക്ക് നടന്നു. ഇണക്കുരുവികളെപ്പോലെ സ്നേഹം അവർക്കിടയിൽ വലയം ചെയ്തു. ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഇരുവരും കണ്ണുകളടച്ചു. മനസ്സിൽ ചിന്തിക്കുന്ന മുഴുവൻ ഒരു കാര്യം മാത്രമായിരുന്നു. എന്നും ഇതുപോലെ മരണം വരെയും ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ജീവിതത്തിൽ കൂട്ടായി കൂടെ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ രഞ്ജൻ അവളെ കണ്ണു തുറന്ന് നോക്കി. അവൾ അപ്പോഴും എന്തൊക്കെയോ പറയുന്നുണ്ട്. പെട്ടെന്നാണ് ദേവു ഇടം കണ്ടിട്ട് രഞ്ജനെ നോക്കിയത്. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. കള്ളച്ചിരിയോടെ ഒരു ചമ്മലോടെ വീണ്ടും ഭഗവാനിലേക്ക് കണ്ണുകൾ പായിച്ചു. തൊഴുതിറങ്ങുമ്പോഴും അവളുടെ കൈകൾ അവൻ്റെ കൈക്കുള്ളിൽ ഭദ്രമായി തന്നെ തുടർന്നു. ബൈക്കിൽ കയറി യാത്ര പോകുമ്പോൾ വീട്ടിലേക്കുള്ള വഴിയിലെന്ന് പെട്ടെന്നാണ് ദേവു ശ്രദ്ധിച്ചത്. അല്ല, വഴി മാറിപ്പോയ രഞ്ജൻ, എന്താ എങ്ങോട്ട് നമ്മൾ പോകുന്നത്? അമ്മ തിരക്കും, വീട്ടിലേക്ക് പോവാം പ്ലീസ്. അയ്യേ, ഇവളിത് എന്ത് പെണ്ണാടോ. ഞാൻ ഇറങ്ങുമ്പോഴേ അമ്മയോട് പറഞ്ഞിട്ടാ വന്നു. ഇനി നമ്മൾ ചെല്ലുമ്പോഴേക്കും വൈകുന്നു. പ്രേമിക്കുന്ന സമയത്ത് പോലും നീ എൻ്റെ കൂടെ കറങ്ങാൻ വന്നിട്ടില്ല. ഇപ്പൊ കൊണ്ടുപോകാന്ന് വെച്ചപ്പോൾ അവളുടെ ജാട. ഓരോ പെൺപിള്ളേർ ഭർത്താവിൻ്റെ കൂടെ പോയി എത്ര കൊതിക്കുന്നു. ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നായോ പ്രശ്നം? പറഞ്ഞു തീരും മുമ്പേ അവൻ്റെ കവിളിൽ പെട്ടെന്ന് അവിടെ ചുണ്ടുകൾ അമർന്നു. നേരെ രഞ്ജൻ ബൈക്ക് നിർത്തിയ ഒരു ഹോട്ടലിന് മുമ്പിലായിരുന്നു. ഇരുവരും അകത്തേറി ആഹാരം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനി എങ്ങോട്ടാ? എങ്ങോട്ടാണെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കലിപ്പൻ്റെ കൂടെയല്ലേ. അതും പറഞ്ഞ് ചിരിക്കുന്ന അവളവൻ നോക്കി മീശി വിരിച്ചു. ആരാടി കലിപ്പൻ, ഞാനോ? അതും ചോദിച്ച് ആരും കാണാതെ അവളുടെ ഇടുപ്പിൽ ചെറുതായിട്ട് അവൻ നുള്ളി നോവിച്ചു. ആ വീടത്തിട്ട് പലിശ സഹിതം തിരിച്ചിറങ്ങി കേട്ടോ കലിപ്പ. അവളത് പറഞ്ഞപ്പോൾ രഞ്ജൻ ചിരിക്കുകയായിരുന്നു. മുഖം വീർപ്പിച്ച് ബൈക്കിൽ കയറി അവളെയും കൊണ്ട് രഞ്ജൻ പിന്നെ പോയത് അവളുടെ വീട്ടിലേക്കായിരുന്നു. ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അവരുടെ വരവ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സന്തോഷമായി. രണ്ടുപേരുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുന്ന രഞ്ജനെ കണ്ടപ്പോൾ ദേവുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അമ്മയും അച്ഛനും നിറമനസ്സാൽ അവൻ അനുഗ്രഹിച്ചു. രഞ്ജൻ അവിടെ മുറിയിലേക്ക് കയറി. മനോഹരമായ മുറി, അടുക്കി വച്ചിരിക്കുന്ന പുസ്തകങ്ങൾ, ചുമരിൽ തൂക്കിയ ചില പെയിന്റിങ്ങുകൾ, ജനലരികിൽ വെച്ചിരിക്കുന്ന ചില ബോട്ടിൽ ആർട്ട് ചെയ്ത ബിയർ ബോട്ടിലുകൾ, ഓരോന്നിലും സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നു. മുറിയിലേക്ക് കടന്നു വന്ന ദേവു അവനെ നോക്കി നിന്നു. അപ്പോഴേക്ക് അവൻ തിരിഞ്ഞു. താൻ ആളുകളല്ലോ, ഓരോന്നും വ്യത്യസ്തമായിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിലൊക്കെ ചെയ്തു വെക്കണം കേട്ടോ. അതിനെന്താ, ചെയ്യാലോ. ചിരിയോടെ അവളവന് മറുപടി നൽകി. അവളുടെ സൗന്ദര്യം അവനെ കുറേ നേരമായി മത്തു പിടിപ്പിക്കുകയായിരുന്നു. രഞ്ജൻ മുറിയുടെ വാതിലടച്ചു. ദേവു അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്നുള്ള അവൻ്റെ ഭാവമാറ്റം അവളിലൊരു ഉൾഭയമുണ്ടാക്കി. രഞ്ജൻ ദേവുവിൻ്റെ നേർക്ക് നടന്നു. അവൾ അതിനനുസരിച്ച് പതിയെ പുറകിലേക്കും. നടന്ന് ചുമരിൽ തട്ടി ദേവു നിന്നു. രഞ്ജൻ അവളുടെ കവിളിൽ തലോടി പെട്ടെന്ന് ചുംബിച്ചു. നാണം കൊണ്ട് അവളുടെ മുഖം ചെമ്പനീർ പൂവ് പോലെ ചുവന്ന് തുടുത്തു. മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ പതിയെ ചെവിയുടെ പിറകിലേക്ക് മാറ്റി. കൈകൾ കൊണ്ട് മുഖം അവനിലേക്ക് അടുപ്പിച്ചു. രഞ്ജന്റെ ശ്വാസം അവളിലേക്ക് തട്ടിയപ്പോൾ ആമ്പൽ പൂമുട്ടുപോലെ അവളുടെ മിഴികൾ കൂമ്പി. രഞ്ജന്റെ ചുണ്ടുകൾ കഴുത്തിലെ മറുകിലേക്ക് അമർന്നപ്പോഴേക്കും അവളുടെ കൈകൾ അവനെ ചുറ്റി വരിഞ്ഞു. പ്രണയാർദ്രമായ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് അവർ പുളകിതരായി. ആടിയുലഞ്ഞ മുടിയും മാടിയൊതുക്കി അവൻ്റെ നെഞ്ചിൻ്റെ താളം കേട്ട് കുറച്ചു നേരം ദേവ് കിടന്നു. അവളെ തഴുകിയവനും
വൈകുന്നേരമായപ്പോൾ ഇരുവരും യാത്ര പറഞ്ഞിറങ്ങി. സായം സന്ധ്യയിൽ സൂര്യൻ കടലിലേക്ക് യാത്ര തുടർന്നു. രഞ്ജന അവരുടെ കൈകൾ പിടിച്ച് മണലിൽ ഇരിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ ദേവു അവരുടെ പേര് മണലിൽ എഴുതുമായിരുന്നു. രഞ്ജി, ഞാനൊരു കൂട്ടം പറയട്ടെ, കളിയാക്കരുത് കേട്ടോ. ഓ ആയിക്കോട്ടെ, നീ പറ ദേവു, ഞാൻ കളിയാക്കില്ല, സത്യം. ഈ മയിൽപ്പീലി തണ്ട് പോലെ കാത്തുവച്ച നിന്നെ ഞാൻ മനസ്സിനുള്ളിൽ പ്രണയമായി നീ എന്നിൽ പെയ്തപ്പോൾ മണ്ണിലെന്ന പോലെ നീ എന്നിൽ അലിഞ്ഞില്ലാതെയായി. മറക്കില്ല ഒരിക്കലും നിന്നെ ഞാൻ. മറയാതെ മായാതെ നിന്നെ ഓർമ്മയിൽ ഞാൻ പുനർജനിക്കും. പ്രണയമായി നീ എന്നിലും ഞാൻ നിന്നിലും പ്രണയമായി. ആഹാ, കൊള്ളാലവണ്ണ്. പിന്നെ ഈ ജന്മം മുഴുവൻ തീരട്ടെ, എന്നിട്ടല്ല പുനർജന്മം. ഈ ജന്മം മുഴുവൻ നിന്നെ സ്നേഹിക്കണം എനിക്ക്. നിന്റെ കൈകൾ എന്നും ഇതുപോലെ എൻ്റെ കൈകൾ കൊണ്ട് കോർത്ത് പിടിച്ച് ചുണ്ടുകൾ കൊണ്ട് നിന്റെ മേലിൽ ചിത്രം വരച്ച് അങ്ങനെ. അയ്യേ, ഈ രഞ്ജൻ്റെ കാര്യം നാണില്ല ഇങ്ങനെ ഓരോന്ന് പറയാൻ. പ്രേമം തലക്ക് പിടിച്ചോ? അതും പറഞ്ഞ് നാണത്തോടെ ചിരിക്കുന്ന അവളുടെ മുഖം രഞ്ജൻ മനസ്സിൽ ഒപ്പിയെടുത്തു. എടി പെണ്ണ്, നിന്നെ കാണാനുണ്ടല്ലോ, എന്തൊരു ചേലാന്നറിയോ. മുഖത്ത് നാണം ഓടി വന്ന് പറയുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാറ്റിൽ ഇടയ്ക്കിടെ അവളുടെ മുടി പാറി അവൻ്റെ മുഖത്തേക്ക് വീണു. അവനത് ആസ്വദിച്ചുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചിരുന്നു. കുറേ നേരത്തിന് ശേഷം തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴി പെട്ടെന്നാണ് ഒരു പട്ടി കുറുകെ ചാടിയത്. നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞു. ഇരുവരും വീണു. ദേവ് വീണതും പോസ്റ്റിൽ തലയിടിച്ചൊക്കെ രഞ്ജൻ കണ്ടു. കാലിൽ ബൈക്ക് വീണത് കാരണം അവൻ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടന്നു. അവളുടെ തലയിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. കണ്ണുകൾ അടയുമ്പോഴും ദേവ് അവനെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അവളുടെ ബോധം പൂർണ്ണമായും മറഞ്ഞു. അവൻ്റെ നിലവിളി അവിടെയാകെ മുഴങ്ങി. ആളുകൾ ഓടിക്കൂടി ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു. ആംബുലൻസിൽ പോകുമ്പോഴും നെഞ്ചുനേറി രഞ്ജൻ ദേവുവിനെ വിളിച്ചുകൊണ്ടിരുന്നു. ബോധം മറഞ്ഞുപോയ അവളിൽ ഒരു ചലനം പോലും ശേഷിച്ചില്ല. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി പ്രിയതമക്ക് കൂട്ടിയിരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ പേടി ഉടലെടുത്തു. ഈശ്വര, മണിക്കൂറുകളുടെ സന്തോഷം മാത്രം ബാക്കി വെച്ച് എന്നെ ഇവളിൽ നിന്ന് അകറ്റി നിർത്തരുത്. സ്നേഹിച്ച് കുതിതീരാത്ത ഹൃദയങ്ങൾ തിരിച്ചു തരണേ ഭഗവാനെ. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. കൈക്കും കാലിലും മുഖത്തുമൊക്കെ മുറിവുകളുണ്ടെങ്കിലും രഞ്ജന് വേദന തോന്നിയില്ല. അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോയിക്കൊണ്ട് അവനിരുന്നു, മിഴികൾ തുറന്നൊന്ന് കാണാൻ കൊതിച്ചുകൊണ്ട്. ശ്വാസത്തിൻ്റെ നേരിയ ചലനം മാത്രമാണ് ദേവുവിൽ ബാക്കിയായത്. ആശുപത്രി എത്തി. അവൾ വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അയറ്റി. രഞ്ജൻ്റെയും കാലൊടിഞ്ഞിരുന്നു. മറ്റു മുറിവുകളൊക്കെ ഡ്രസ്സ് ചെയ്തു. രഞ്ജൻ അസ്വസ്ഥനായിരുന്നു. ദേവുവിനെ പറ്റി ഒന്നും അറിയാതെ ഉള്ളിലൊന്നും മനസ്സുമായി അവൻ സമയം തള്ളി നീക്കി. തിയേറ്ററിൻ്റെ വാതിൽ തുറന്നു വന്ന ഡോക്ടറുടെ മുഖത്ത് പ്രതീക്ഷകളുടെ പൊൻകണി കണ്ടപ്പോൾ അവന് സമാധാനമായി. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് രഞ്ജൻ ദേവുവിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. ഡോക്ടർ മറുപടി പറഞ്ഞു. സി മിസ്റ്റർ രഞ്ജൻ, ദേവിക അപകടനില തരണം ചെയ്തു. ജീവൻ ആപത്തൊന്നുമില്ല. എങ്കിലും രഞ്ജൻ്റെ ശ്വാസോച്ഛ്വാസം ഉയർന്നു വന്നു. അത് പിന്നെ അവരിനി ഒരു സാധാരണ ജീവിതം നയിക്കുമെന്ന് പറയാൻ കഴിയില്ല. തലയിലേറ്റ ക്ഷതം കാരണം നാഡീഞരമ്പുകൾ തളർന്നു പോയിട്ടുണ്ട്. ശരീരം തളർന്നു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, പക്ഷെ നടക്കാനൊന്നും പറ്റില്ല. സംസാരശേഷി തിരികെ കൊണ്ടുവരാൻ സമയമെടുക്കും. ചലനശേഷി അത് ഞങ്ങൾക്കൊരു ഉറപ്പും തരാൻ കഴിയില്ല രഞ്ജൻ. ഐ എം സോറി. കണ്ണീരോടെ ഇരിക്കുന്ന അവൻ്റെ തോളിൽ കൈവച്ച് ഡോക്ടർ നടന്നകന്നു. എനിക്കൊന്ന് അവളെ കാണുന്നുണ്ട് ഡോക്ടർ. തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആവാം, പക്ഷെ കുറച്ചു നേരം കഴിയട്ടെ. ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. അപ്പോഴേക്കും വീട്ടുകാർ അറിഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിയെത്തി. എല്ലാവരുടെയും മുഖം കരഞ്ഞു വീർത്തിരുന്നു. അവരെ നോക്കി വെറുതെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണുകൾ കലങ്ങി ചുവന്നു. അവനെയും കൊണ്ട് റൂമിൽ കിടത്തി അവർ ഡോക്ടറോട് സംസാരിക്കാൻ പോയി. നാളുകൾ കടന്നുപോയി. രഞ്ജൻ ഏതു നേരവും ദേവുവിൻ്റെ കൂടെ നിന്നു. സംസാരശേഷി നഷ്ടപ്പെട്ട അവളുടെ കണ്ണുകൾ മാത്രം ഇടയ്ക്കിടെ പെയ്തിറങ്ങും. അപ്പോഴെല്ലാം അവൻ അവളെ ചേർത്ത് പിടിച്ച് കിടക്കും. വീൽ ചെയറിൽ അവളെയും ഇരുത്തി വീടിന് ചുറ്റും നടക്കുമ്പോൾ അവനും അവളെ കാണാതെ കരയും. ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഇഷ്ടമുള്ള പാട്ട് അവൾക്കായി
സുദിനമാനന്ദമാ. അവൻ്റെ പാട്ട് കേൾക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ചുവന്നു പൂക്കും. പ്രണയത്തിൻ്റെ ഗുൽമോഹർ പൂക്കൾ പോലെ അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആവാതെ വിങ്ങും. ഒരു ചുംബനം പോലും നൽകാനാവാതെ, ഒരു പെണ്ണിൻ്റെ കടമ പോലും തീർക്കാൻ കഴിയാതെ ഉഴലുമ്പോഴും അവൻ അവളുടെ ധൈര്യമാവും. ഇതൊക്കെ കണ്ട അമ്മയ്ക്ക് സങ്കടം സഹിക്കാതെ വന്നപ്പോൾ ഒരിക്കൽ അവനോട് പറഞ്ഞു, മോനെ, ഇനി എത്ര കാലം നമ്മൾ ഇവളെയും കുട്ടി ആശുപത്രിക്കായിട്ട് കഴിയും? ഞങ്ങൾക്കും പേരക്കുട്ടികളെ കളിപ്പിക്കാനുള്ള മോഹമെല്ലാം ഉണ്ട്. നിനക്ക് വേറെ. അമ്മ എന്താ പറയുന്ന വല്ല നിശ്ചയമുണ്ടോ? അമ്മയുടെ സ്വന്തം ആൾക്കാണ് ഈ ഗതി വന്നെങ്കിൽ ഇതിന് പറയോ? എന്ത് മനസ്സാ നിങ്ങളുടെയൊക്കെ? ഇനി മേലാൽ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് എൻ്റെ മുമ്പിൽ വരരുത്. ശബ്ദമുയർത്തി സംസാരിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. മകനെ ചേർത്ത് പിടിച്ച അമ്മ മാപ്പ് പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ കാത്തിരിക്കുകയാണ് അവളുടെ തിരിച്ചുവരവിനായി. അവിടെ എല്ലാ കാര്യവും ചെയ്തു കൊടുത്ത് വീണ്ടും അവൻ ജോലിക്ക് പോയി തുടങ്ങി. ബാക്കിയുള്ള സമയം അവളുടെ അമ്മയോ അവൻ്റെ അമ്മയോ എല്ലാം നോക്കും. അവളെ വിരഹത്തിൻ്റെ ലോകത്തുനിന്ന് തിരികെ കൊണ്ടുവരാൻ കഴിവതും ശ്രമിച്ചു. അത് ഫലം കണ്ടു. ഒരുപാട് പ്രയത്നങ്ങൾക്കൊടുവിൽ അവൾക്കിപ്പോൾ സംസാരിക്കാം. കാലുകൾക്ക് നേരിയ ചലനം പറ്റുന്നുണ്ട്. ഇടയ്ക്കിടെ നൃത്തത്തെ പ്രണയിച്ച അവൾക്ക് ശ്രീലങ്ക കാണുമ്പോൾ മാത്രം സങ്കടം തികട്ടി വരും. അങ്ങനെ ഒരു നാൾ അവളുടെ വാക്കുകൾ അവൻ പകർത്തി. പ്രണയമാണ് ചിലങ്കയെ നിന്നോട്, അഭിനിവേശമാണ് നിന്റെ ശബ്ദത്തിനോട്. നേടാൻ കൊതിച്ച് നേടിയതാണ്, എന്നാൽ ഇന്ന് അണിയാൻ കഴിയാതെ പോയതാണ് നിന്നെ, ഇന്നും അണയാത്ത ആഗ്രഹമായി. വരികൾ കൊണ്ട് വസന്തം തീർക്കുവാൻ അവനും അവൾക്ക് തണലായി കൂടെ നിന്നു. അവളുടെ വാക്കുകൾ കൊണ്ട് കഥകളുടെ ലോകം രഞ്ജൻ അവൾക്കായി പണിതു നൽകി. മാഡം, ഇന്നിങ്ങനെ ഒരു വേദി അഭിമുഖീകരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? വീണുപോയി എന്നെ വീണ്ടും കൈപിടിച്ച് കൂടെ നിർത്തിയ ആളുടെ അഭാവമാണ് ഇവിടെ. ഞാനിപ്പോൾ ശൂന്യാണ്. എൻ്റെ കൂട്ടുകാരൻ, അല്ല പാതിയായ രഞ്ജൻ വേദിയിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വേദിയിലേക്ക് കടന്നു വന്ന രഞ്ജൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ദേവു പറഞ്ഞു, ഇതെൻ്റെ പുനർജന്മമാണ്. തളർന്നുപോയ എന്നെ ഈ നിലയിലെത്തിച്ച എല്ലാവർക്കും നന്ദി. ഇനിയും ഞാൻ തിരികെ വരും. നടക്കണം, എനിക്ക് വാശിയാണ്. എൻ്റെ കൂടെ രഞ്ജനുള്ള കാലം വരെ ഞാൻ ജയിക്കും. എല്ലാത്തിൽ നിന്നും മനസ്സിനെ തിരികെ കൊണ്ടുവരും. ഭാഗ്യവതിയാണ് ഞാൻ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരിടയിൽ ഒരു പൈതലിനെ പോലെ. അവൻ്റെ കൈകളിൽ പിടിച്ച് അവൾ ചുംബിച്ചു. രഞ്ജൻ വീൽ ചെയർ കൊണ്ട് വേദിയിൽ നിന്നിറങ്ങി. അപ്പോഴും ദേവുവിൻ്റെ കൈകളിൽ മികച്ച സാഹിത്യകാരി എന്ന പുരസ്കാരം നെഞ്ചോട് ചേർന്നുണ്ടായിരുന്നു. രാത്രി അവൻ്റെ അരികിൽ കിടക്കുമ്പോൾ ദേവു കാതുകളിൽ മന്ത്രിച്ചു, ഈ മയിൽപ്പീലിത്തുണ്ടുപോലെ കാത്തുവെച്ചു നിന്നെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. പ്രണയമായി നീ എന്നിൽ പെയ്തപ്പോൾ മണ്ണിലെന്ന പോലെ നീ എന്നിൽ അലിഞ്ഞില്ലാതെയായി. മറക്കില്ല ഒരിക്കലും നിന്നെ ഞാൻ മറയാതെ മായാതെ. നിന്നോർമ്മയിൽ ഞാൻ പുനർജനിക്കും. പ്രണയമായി നീ എന്നിലും ഞാൻ നിന്നിലും പ്രണയം.